മഴയൊക്കെ വിട്ട് ഇങ്ങനൊരു നല്ല വെയിൽ തെറിച്ച് തുടങ്ങിയ സമയത്ത് നമ്മളെ പൂക്കളൊക്കെ അത്യാവശ്യം ഇങ്ങനെ പൂട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനൊരു മൂടൽ കാലാവസ്ഥ അതേപോലെ തന്നെ മഴയത്തൊന്നും തീരെ പൂക്കളുണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ റോസ് ആണെങ്കിലും ബോഗൺവില്ല ആണെങ്കിലും അങ്ങനത്തെ മിക്കവാറും ചെടികളിലൊന്നും ഈ ഒരു മഴക്കാലത്ത് പൂ ഉണ്ടാവാറില്ല. പക്ഷേ മഴയൊക്കെ മാറി വേനലങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യമൊക്കെ നല്ലോണം ഇങ്ങനെ പൂക്കളുണ്ടാവും. ഇപ്പോൾ റോസൊക്കെ ആണെങ്കിൽ വളം പോലും ഇടാണ്ട് നല്ലോണം പൂക്കൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നമ്മളെ വീട്ടിലുള്ള കുറച്ച് പൂക്കളൊക്കെ വിരിഞ്ഞതൊക്കെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ബൊഗൈൻവില്ല അതേപോലെ തന്നെ ആന്തൂറിയൊക്കെയാണ് ഇപ്പം മെയിനായിട്ട് എൻ്റെ അടുത്തുള്ള കുറച്ച് ചെടികൾ. പക്ഷേ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു വർഷമായിട്ടേ ഉള്ളൂ ഈ ഒരു കളക്ഷനൊക്കെ തുടങ്ങിയിട്ട്. അതിന് മുൻപ് നമുക്ക് കൂടുതലും നോക്കിക്കഴിഞ്ഞാൽ ബോൾസം ചെടി തന്നെയായിരുന്നു. പക്ഷേ ബാൾസം ചെടിക്ക് ഇപ്പോൾ വംശനാശം എന്താ പറയുക, എൻ്റെ അടുത്തുള്ളതൊക്കെ നാശമായി കൊണ്ടിരിക്കുന്നതും കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഒന്ന് ചാടിയതാണ് ഈ ഒരു ബൊഗൈൻവില്ല അതേപോലെ തന്നെ ആന്തൂര്യത്തിലേക്കൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 10-12 ഉണ്ടാവും ബോഗൺവില്ലൻ്റെ കളക്ഷൻ ഉണ്ട്. അപ്പോൾ അതിലിപ്പം അത്യാവശ്യമൊക്കെ ഫ്ലവറായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ് പൂവിടാറില്ല. ശരിക്കും ഇതിൽ പൂക്കൾ കുറവാണ്. നമ്മളിപ്പോൾ വേറെ ഈ ബോഗൺവില്ല കളക്ഷൻ്റെ ഒക്കെ വീഡിയോസ് എടുത്ത് നോക്കുന്ന സമയത്ത് കൊമ്പൊക്കെ ഇങ്ങനെ തിങ്ങി തിങ്ങി നിറച്ച് എന്താ പറയുക ബോഗൺവില്ല ഇങ്ങനെ പൂത്ത് വെക്കണ കാണാൻ വേണ്ടി പറ്റും. പക്ഷേ എൻ്റെ ബോഗൺവില്ലയിൽ ചിലത് നല്ല പൂക്കളുണ്ട്. പക്ഷെ ചിലതിൽ ഇങ്ങനെയൊക്കെയാണ്. ഞാനിതിൻ്റെ എങ്ങനെയാണ് ഇത് നോക്കേണ്ടത്, ഇതിൻ്റെ വളപ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ കേട്ടോ. കാരണം ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല, മുൻപ് ഞാൻ ഈ ഒരു ചെടി അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വരികയാണ്. അതേപോലെ തന്നെ ഇപ്പം അഗ്ലോണിമ കലേഡിയൊന്നും ഞാനങ്ങനെ പണ്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. മിക്കവാറും പറഞ്ഞല്ലോ റോസ് പല വെറൈറ്റി ജമന്തികൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. അതിൽ മാറി ഇപ്പം ഇതാകുമ്പോൾ എന്താ പ്രത്യേകം അറിയോ, ബാൾസം ചെടി ആണെങ്കിലും ഒരു പീരീഡ് കഴിഞ്ഞാൽ പിന്നെ അത് നാശമായി പോവുക. ജമന്തിക്കൊക്കെ ആണെങ്കിൽ എന്താണെന്നറിയില്ല ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു, അതൊക്കെ നാശമായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താർക്കറിയാം ചെടികൾക്ക് പറ്റണേ. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ചെണ്ണം കാണിക്കാത്തുണ്ട് കുറേ കളേഴ്സ്. കാരണം അതിലേക്ക് പൂവായിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. ഇതല്ലാണ്ട് ഒരു ഓറഞ്ച് പിന്നെ ഒരു റെഡ് കളറിലൊക്കെ വരുന്നൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ഈ ഒരു ബൊഗൈൻവില്ല പൂവിടാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് വെച്ചാൽ വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഇതിൽ പോട്ടി മിക്സിൽ മെയിനായിട്ട് ഞാൻ ചാണകപ്പൊടിയും അതേപോലെ തന്നെ നമ്മളെ സാദാ മണ്ണും പിന്നെ ചകിരിച്ചോറ് കുറച്ച് ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എല്ലുപൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒരു മഴ കഴിഞ്ഞ സമയത്ത് വെട്ടിയപ്പോൾ നമ്മൾ നല്ലോണം കട്ട് ചെയ്ത് നിർത്തണം. ഇതിപ്പോൾ എൻ്റെ കട്ടിങ്ങൊക്കെ പഠിച്ചു വരുന്നു കേട്ടോ. ഇത് ഹാർഡ് ബ്രൂഡിങ് സോഫ്റ്റ് ബ്രൂഡിങ് സംഭവങ്ങളുണ്ട്. നമ്മൾ നന്നായിട്ട് കുറ്റിയാക്കി വെട്ടുന്ന പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. നിച്ചോട്ടൻ കുളിപ്പിച്ച കുട്ടിയാണ് അവിടെ കിടന്ന് വികൃതി കാണിക്കുന്നുണ്ടോ. ഇങ്ങനെ ഇതൊക്കെ മക്കളെ പരിപാടി നമ്മൾ കുളിച്ച് വൃത്തിയാക്കി വെക്കും, അവർ പോയിട്ട് മുറ്റത്ത് കിടക്കുക, അതൊക്കെ തന്നെ പരിപാടി. പിന്നെ മുറ്റത്ത് മണ്ണല്ലാത്തത് കൊണ്ട് വലിയ സീനില്ല. അപ്പോൾ കണ്ടോ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട്. നമ്മൾ വളത്തെപ്പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ മഴക്കാലം കഴിയുമ്പോൾ നന്നായിട്ട് വെട്ടി കൊടുത്തിട്ട് ഞാൻ വെട്ടി കൊടുത്തിട്ട് ഇങ്ങനെയാണ് കേട്ടോ. എനിക്കങ്ങനെ കുറ്റിയൊക്കെ വെട്ടാൻ മനസ്സ് വന്നിട്ടില്ല, പക്ഷേ അങ്ങനെ കാണാറുണ്ട് നല്ലോണം വെട്ടണമെന്ന്. അതിന് ശേഷം വെട്ടിയിട്ട് നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ മെയിനായിട്ടും എൻ്റെ കയ്യിൽ ഞാൻ ചാണകപ്പൊടി തന്നെയാണ് ഇടാറുള്ളത്. പിന്നെ ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറച്ച് വളങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇട്ട് തുടങ്ങണം ബോഗൺവില്ലയൊക്കെ. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ പൂ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ചിലർക്ക് അറിയാനുണ്ടാവില്ല, ചിലർക്ക് അറിയാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം കേട്ടോ. നമ്മൾ നന്നായിട്ട് പൂവുണ്ടാവാനായിട്ടും അതേപോലെ തന്നെ ചെടി ഉഷാറാവാനൊക്കെ NPK 19 അങ്ങനത്തെ ഒരു വളം, അതേപോലെ തന്നെ DAP ഇതൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. വെട്ടിയിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് വെട്ടി കഴിഞ്ഞ വളം നമുക്കിടാം. അതിന് ശേഷം വേറൊരു വളം ഇടുന്നതിന് ഒരു ഗ്യാപ്പ് വേണം. അതിന് ശേഷം ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത വളപ്രയോഗം ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. പക്ഷേ ഇപ്പം എൻ്റെ അടുത്ത് വിരിഞ്ഞിരിക്കുന്ന ആ ഒരു ബോഗൺവില്ലിൻ്റെ മെയിനായിട്ടുള്ള കുറച്ചെങ്കിലും പൂക്കളുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഈ ഒരു ചാണകം ഉണ്ടല്ലോ, വലിയമ്മ പശുവിനെയും എന്താ പറയുക മുൻവശത്തുള്ള പറമ്പിൽ കൊണ്ടുപോയി കിട്ടും. അപ്പോൾ അവിടെ പശുവിനെ കൊണ്ടുപോയി കിട്ടുമ്പോൾ പശു ഓട്ടോമാറ്റിക്കലി ചാണകം ഇടുമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആ ചാണകം ഒരു ബക്കറ്റിലാക്കി വൈകുന്നേരം ഇവിടെ കൊണ്ടുവെക്കും. എന്നിട്ട് അതിൽ വെള്ളം ഒഴിച്ചു വിടും. അങ്ങനെ ഒരു 1 വീക്ക് ആ ചാണകം ഇങ്ങനെ പുളിച്ച് കഴിയുമ്പോൾ ആ ചാണകം ഒന്നും കൂടെ ആ ചാണകവെള്ളത്തിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ഡൈല്യൂട്ടാക്കിയിട്ട് എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കും കേട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീക്ക്ലി ഒഴിച്ചു കൊടുക്കാറുണ്ട്. ചാണകം ആഴ്ചയിൽ ഒഴിക്കണേ കൊണ്ടൊന്നും കുഴപ്പമില്ല. കാരണം ഞാൻ ആഴ്ചയിൽ ഒഴിച്ചിട്ട് എൻ്റെ ചെടിക്കൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ബോഗൺവില്ലേൻ്റെ കുറച്ച് കഥകൾ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആന്തൂര്യത്തിലേക്ക് മാറിയെന്ന്. ആന്തൂര്യം കുറേ മുൻപുണ്ടായിരുന്നു, ഒറ്റ കളർ റെഡ് മാത്രം കുറേ ഉണ്ടായിരുന്നു. പക്ഷേ അത് അധികമൊന്നും അങ്ങോട്ട് പൂവുണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതിനെപ്പറ്റിയൊന്നും അങ്ങനെ വലിയ കാര്യം അറിയണ്ടായിരുന്നില്ല. എവിടെ നിന്നോ കിട്ടിയപ്പോൾ അങ്ങനെ കുറേ തൈകൾ വെച്ചു എന്ന് മാത്രം. ഇപ്പോൾ നമ്മൾ ഈ ഒരു ആന്തൂര്യത്തിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഈ ഒരു ചെടിയെ നട്ടിട്ടുള്ളത് മിക്കവാറും വേറെ ഒന്നുമില്ല, കുറച്ച് ഇത്തിരി മാത്രമേ ഉള്ളൂ. മണ്ണെന്ന് പറയാനില്ല, കുറച്ച് മണ്ണും പിന്നെ ചാണകപ്പൊടിയും അതേപോലെ തന്നെ ചകിരിച്ചോറിലും മാത്രമാണ് വെച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടതിലൊക്കെ ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ വെച്ചിട്ടുള്ള എന്താ പറയുക, നമ്മുടെ ആന്തൂര്യത്തിൽ
അത് തൈകൾ പറിച്ചിട്ടാണ്, അതാണ് ഉഷാറില്ലാത്തത്. പിന്നെ ഇവിടെ കുറേ ചട്ടികളിൽ കുറേ കിട്ടിയ അവിടെ നിന്നൊക്കെ കിട്ടിയ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ബൊഗൻവില്ലയൊക്കെ മിക്കവാറും ഞാൻ എവിടെയെങ്കിലൊക്കെ പോകുന്ന സമയത്ത് ഇല്ലാത്ത കളർ കാണുമ്പോൾ അങ്ങനെ മേടിച്ചിട്ട് ആക്കിയതാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാം അധികം പ്രായമുള്ള ചെടികളൊന്നുമല്ല, 1-2 വർഷമൊക്കെ പ്രായമുള്ള അത്രയൊക്കെ ഉണ്ട്. ഒരു വർഷം 2 വർഷമൊക്കെ പ്രായമായിട്ടുള്ള ചെടികളാണ്. അതിങ്ങനെ എനിക്ക് തോന്നുന്നു ചെടി വലുതാവുന്നതനുസരിച്ച് നമ്മൾ കുറേ കമ്പ് വരുമ്പോൾ ഒരുപാട് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലോണം തിങ്ങി കമ്പ് വരും. പക്ഷേ ഇത് കുഞ്ഞു ചെടിയായത് കൊണ്ട് നമുക്ക് ഓവർ അങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ ഒരു 2 വർഷം കൊണ്ടൊക്കെ ചെടി നന്നായിട്ട് ഒരു ബുഷി ആ രൂപത്തിലേക്ക് വരുന്നു വിചാരിക്കാം. എന്തായാലും ഞാനിപ്പോൾ വളങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം അറിയാം കേട്ടോ എങ്ങനെയുണ്ട് ഇതിൻ്റെ ഫലം എന്നുള്ളതൊക്കെ. ഞാൻ കണ്ടു ഒരുപാട് പേരുടെയിലൊക്കെ വീഡിയോസ്, മെയിനായിട്ട് എല്ലാവരും പറയണത് ചെടികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു NPK 19 അതേപോലെ തന്നെ DAP എന്ന് പറഞ്ഞാൽ ഡൈ അമോണിയം ഫോസ്ഫേറ്റോ അങ്ങനെ എന്താണ് സംഭവം, അതൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണെന്ന്. പിന്നെ ഈ ഒരു ചെടി ഉണ്ടല്ലോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ വീട്ടിൽ വെള്ളം ചീഞ്ഞു പോകുന്നുണ്ടോ? എൻ്റെ ഈ ഒരു ചെടി കുറേ കാലം എന്നിവിടെ കടൽമാടന്ന് കൊണ്ടുവച്ചാണ് കേട്ടോ. അമ്മേനെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. എന്നിട്ട് അതങ്ങനെ തന്നെ ഇങ്ങനെ നിൽക്കുക, അതേപോലെ തന്നെ ചീഞ്ഞു പോകാമെന്നൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെയാണ് ആ ചെടീനെ ഉപേക്ഷിച്ചു. നന്നാവുന്നില്ല. അതിന് ഞാൻ നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കും, വെയിലത്തുകൊടുക്കും. പക്ഷേ പാടില്ല, നമ്മളതിനെ ശ്രദ്ധിക്കാണ്ട് എവിടെയും കൊണ്ടുവച്ചിട്ട് അങ്ങനെ കാര്യമായിട്ടുള്ള വെള്ളം ഒന്നും ഒഴിക്കരുത്. വെള്ളം ഒന്നും ഒഴിക്കാണ്ട് നിൽക്കുമ്പോണ്ട് അത് നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടോ. അപ്പം എനിക്ക് മനസ്സിലായി സ്പീഡ് കൂടിയോ. ആ ഒരു ചെടിക്ക് അധികം വെള്ളം ആവശ്യമില്ല, അങ്ങനെ വെച്ചാൽ മതി കേട്ടോ. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നന്നാവില്ല. ഇതാണ് പിന്നെ എൻ്റെ പുതിയ അഗ്ലോണിമയുടെ കളക്ഷൻ. ഓരോ ഇല ഞാൻ എന്നും വന്ന് നോക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ. കാരണം ഈ ഒരു അഗ്ലോണിമയ്ക്കാണെങ്കിൽ ഭയങ്കര വിലയാണ്. വെറൈറ്റി സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ എങ്ങനെയാണെങ്കിലും ഒരു ചൂട്ട തൈക്ക് തന്നെ 200 രൂപ 250 രൂപ. അതേപോലെ വെറൈറ്റി ഒക്കെ ആണെങ്കിൽ 400 രൂപയൊക്കെ ഓരോ തൈക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോന്നിനെയും വളരെ ശ്രദ്ധയോട് കൂടി ഞാൻ ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കുന്നതാണ്. ഇപ്പോൾ ആഴ്ചയിൽ ഒന്നൊക്കെ നനയ്ക്കുന്നുള്ളൂ കേട്ടോ ആ ഒരു ചെടിക്ക് മാത്രം. കാരണം അതിന് പെട്ടെന്ന് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒന്ന് ഡ്രൈ ആയി തോന്നുന്ന സമയത്തൊക്കെ ഒഴിക്കാറുള്ളൂ. പിന്നെ ഈ ഒരു ചെടിയൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ചെടികളാണ്. കാരണം അങ്ങനെ വലിയ കെയറൊന്നും വേണ്ട. അതുപോലെ തന്നെ ഒരുപാട് വളവും കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ നല്ല രസം, നമ്മൾ ഒരേ ചെടി തന്നെ കുറേ ചട്ടികളിലാക്കി വെച്ചാൽ പ്രത്യേക ഭംഗിയാണ്. അത് ഞാൻ ഒരു 2 ചട്ടിയിലായിരുന്ന ചെടിയായിരുന്നു. ഒക്കെ പിരിച്ചിട്ട് ഓരോ തൈകളാക്കി 2-3 തൈകളൊക്കെ ആക്കി അങ്ങനെ ഫുൾ ഒരു 5-6 ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതേപോലെ നല്ല ബുഷിയായിട്ട് വരും. ഇങ്ങനെ ഇരിക്കുന്നതാണ് ഭയങ്കര രസമായിട്ട് കാണാനായിട്ട്. ഇതുണ്ടോ, ഇതെല്ലാം കൂടെ 1-2 ചട്ടിയായിരുന്നു. ഞാൻ അങ്ങനെ പിരിച്ച് കാരണം കുറേ ഉണ്ടാവും. നമ്മൾ ഒറ്റ ചെടി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പൊട്ടി കുറേ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊന്നും അങ്ങനെ സെപ്പറേറ്റ് ആക്കിയതാണ്. ഇനി അതും ഇങ്ങനെ തിങ്ങി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ബാക്കിയുള്ള കുറച്ച് ചെടികൾ എന്ന് പറയുന്നത്. പിന്നെ കുറച്ചൊക്കെ ഞാനിപ്പോൾ അവിടെ നിന്ന് ഓരോ ബോൾസൺ ചെടീൻ്റെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഓൾറെഡി ഉള്ളത് നാശാവണതിന് മുന്നേ കുറച്ച് കട്ടിങ്ങൊക്കെ പറമ്പിലൊക്കെ കൊണ്ടുവച്ചത് കൊണ്ട് അതങ്ങനെ ഇരിക്കുന്നുണ്ട്. കുറേ ഞാൻ എന്തൊക്കെയോ മരുന്നൊക്കെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഈ പുഴുക്കളും അത് കേടൊക്കെ ആയിരുന്നു ഒക്കെ പോകാനായിട്ട്. അങ്ങനെ ചിലതൊക്കെ ഇങ്ങനെ ആ ഒരു കേടൊക്കെ മാറി അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കൊമ്പ് വെച്ചിട്ട് കുറച്ചെണ്ണം ഇങ്ങനെ റെഡിയാക്കി വരുന്നുണ്ട്. കാരണം ബോൾസൺ ആ ഒരു ചെടി നല്ല ഭംഗിയാണ് ബോൾസൺ ചെടി. കാരണം നല്ലോണം പൂവുണ്ടാവില്ലേ. ഇവിടുത്തെ നിങ്ങൾ പണ്ടത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? നല്ലോണം തിക്കായിട്ട് പൂവ്. ഇപ്പം എനിക്ക് കാണുമ്പോൾ ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ വിചാരിക്കും ദൈവമേ എന്ത് പറ്റിപ്പോയാണ് ചെടിക്കുന്നത്. കാരണം അത്ര അടിപൊളിയായിരുന്നു. ഇപ്പം അതിങ്ങനെ ഒരു 5-8 കളറുണ്ട്, അതിങ്ങനെ ആയി വരണേ ഉള്ളൂ. പിന്നെ അതുകൊണ്ട് നമ്മൾ ഇന്ന് കാണിക്കുന്നത് എന്താണെന്നറിയോ, നമ്മൾ കുറുവയിൽ ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചിയൊക്കെ വന്ന സമയത്ത് അന്ന് ഞാൻ എടുത്ത് വെച്ചാണ്. അന്ന് ഫുള്ളായിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇതിങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് കുറുവ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കുറുവ ഐലൻഡ്, കുറുവ ദ്വീപ് എന്നൊക്കെ പറയണത് നമ്മുടെ കബനി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വയനാട്ടിലുള്ള ദ്വീപാണ്, ഐലൻഡാണ് നമ്മുടെ കുറുവ എന്ന് പറയുന്നത്. നല്ല അടിപൊളി സ്ഥലമാണ്. ഞാനിവിടെ ഇതിപ്പോൾ 3-ാം വർഷം 4-ാം പ്രാവശ്യമൊക്കെയാണ് പോകുന്നത് കേട്ടോ. ഞാൻ പണ്ടൊരു പ്രാവശ്യം അമ്മേൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ എന്താ വെച്ചാൽ നല്ല രസം. നമുക്കിങ്ങനെ അതിൽ എൻട്രി കിട്ടാൻ കുറച്ച് പാടാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പോയിട്ട് ടിക്കറ്റ് എടുക്കണം. ആദ്യം പോകുന്ന 200 പേർക്കോ 200 ആണോ 500 ആണോ അങ്ങനത്തെ ഒരു കണക്കുണ്ട്, ഞാൻ മറന്നു കേട്ടോ. ആ കറക്റ്റ് അത്രയും പേരെ അവിടെ കയറ്റുള്ളൂ, ഉള്ളിലേക്കുള്ള മെയിനായിട്ടുള്ള പോർഷനിലേക്ക് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഇതേപോലെ ഐലൻഡ് മാത്രം ഒന്ന് കണ്ടുവരാം. ജസ്റ്റ് നമ്മൾ ഈ ചങ്ങാട് എന്താ പറയുക ഇങ്ങനെ കെട്ടുണ്ടാക്കില്ലേ നമ്മൾ മുള, അതേപോലെ തന്നെ ഇതൊക്കെ വെച്ചിട്ട് മുളയും കൊണ്ട് കെട്ടുണ്ടാക്കണം. ഇതിൽ കൊണ്ടുപോകാനാണെങ്കിൽ നമുക്ക് എപ്പോൾ പോയാലും വിഷയമില്ല. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ വേണ്ടി പറ്റും. എനിക്ക് തോന്നുന്നു 400 രൂപയാണെന്ന് തോന്നുന്നു അങ്ങനെ പോയി വരാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ തോന്നുന്നു 400 രൂപയായിട്ടാണ് തോന്നുന്നു കേട്ടോ. പിന്നെ അല്ലാണ്ട് നമുക്ക് മെയിനായിട്ടുള്ള ഐലൻഡിൽ പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ ഇതിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇറക്കും. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുറേ പാറക്കെട്ടുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്കവിടെ അധികം ഒരു പ്രത്യേക ഏരിയ ആണ്. അപ്പോൾ ഒരുപാട്
എന്താ പറയുക ആടൊന്നുമില്ല. അപ്പോൾ നമുക്ക് കുട്ടികൾക്കാണെങ്കിൽ ഇറങ്ങി കളിക്കാൻ നന്നായിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. പക്ഷെ നിങ്ങൾ രാവിലെ പോയിട്ട് ടിക്കറ്റ് എടുക്കുക, എന്നാൽ മാത്രമേ നമുക്ക് അവിടെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതേപോലെ ഈ ഒരു ഐലൻഡിൻ്റെ ഭാഗത്ത് കൂടെ ഇവരിങ്ങനെ നമ്മളെ കുറച്ച് സമയം കൊണ്ടുപോകും. 20 മിനിറ്റിൻ്റെയാണ്. അങ്ങനെ സമയം കൂടുതൽ വേണമെങ്കിൽ നമുക്ക് അനുസരിച്ച് ടിക്കറ്റ് കൊടുത്തിട്ട് അങ്ങനെ എടുക്കാം. അതുപോലെ അവർ കൊണ്ടുപോയിട്ട് വരും. ഇതിങ്ങനെ എന്താ പറയുക, കയറ് കെട്ടിയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ചാരുവിനെ കൊണ്ട് ഇത് വിറ്റ് കേട്ടോ. ഞങ്ങൾ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്, ഞാനും ചേച്ചിയും ഏട്ടനും അച്ചുവും കൂടെ, ചാരുട്ടിയും കൂടെ, നിച്ചൂട്ടനും. എന്താണെന്ന് വെച്ചാൽ കുറുവ കാണാൻ വേണ്ടി വന്നതായിരുന്നു. അന്ന് കുറുവയെ തുറന്നിട്ടില്ല. ഇപ്പോൾ ഒരു കുറച്ച് മാസമായിട്ടേ ഉള്ളൂ. അല്ലാണ്ട് ഒരു വർഷം എത്രയോ കാലമായിട്ട് കുറുവ ക്ലോസ്ഡ് ആയിരുന്നു. കാരണം വെള്ളം കൂടുന്ന സമയത്തും ഒക്കെ ആകുമ്പോൾ, മഴയൊക്കെ കൂടുന്ന സമയത്ത് അപകടങ്ങൾ വരുന്നതും കൊണ്ട് റെസ്ട്രിക്റ്റ് ചെയ്തായിരുന്നു. എന്തോ കോടതി എന്തോ വിധിപ്രകാരം അവിടെ എൻട്രി ഉണ്ടായിരുന്നില്ല, കുറുവേ തുറന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഒരു പ്രാവശ്യം അവിടെ പോയി ജസ്റ്റ് ഒക്കെ കണ്ടിട്ട് ചമ്മിപ്പോയി തിരിച്ചു വന്നതാണ്. രണ്ടാമത്തെ പ്രാവശ്യമെങ്കിലും ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ട്. പക്ഷേ ചേച്ചി കുറുവയിലേക്ക് വന്നിട്ട് അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഉള്ളിൽ കൊണ്ടുപോയിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്ന സ്ഥലമൊക്കെ ഉണ്ടെന്ന്, അവിടേക്ക് ചേച്ചി പോയിട്ടില്ല. അപ്പോൾ ചേച്ചിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നാൽ നമുക്ക് ഒന്നും കൂടെ പോയി നോക്കാം. എന്തായാലും ഞങ്ങൾ തുറന്നിട്ടുണ്ടോയെന്നൊക്കെ കൺഫേം ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ ഓക്കെ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യമെങ്കിലും നല്ല അടിപൊളിയാക്കാമെന്ന് വെച്ച് പോയപ്പോൾ പറഞ്ഞില്ലേ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഓൾറെഡി അങ്ങോട്ടുള്ളതൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒരു ദിവസം ഇത്ര പേരെ കേട്ടുള്ളൂ. ഇപ്പോൾ അവർ തിരിച്ചു വന്നു കഴിഞ്ഞാലും പിന്നെ അങ്ങോട്ട് എൻട്രി ഇല്ല. 6 ദിവസം അത്രയാണെങ്കിൽ അത്ര, അതിൽ കൂടുതൽ നമ്മളവിടേക്ക് കയറ്റില്ല കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്, നല്ല ഭംഗിയാണ് ഇങ്ങനെ പോയി വരാനായിട്ട്. പക്ഷെ നമ്മളവിടെ ജസ്റ്റ് കാണിക്കുന്ന മാത്രമല്ല, ഒന്നങ്ങോട്ട് കൊണ്ടുപോയിട്ട് നമ്മളല്ലേ കുറേ എത്രയോ 150 ഞാൻ മറന്നു പോയിട്ടോ. ഇത് 950 ഏക്കറട്ടം വരുന്നുണ്ട് ഈ ഒരു കുറുവാൻ്റെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. അതിൽ കുറേ കുഞ്ഞു കുഞ്ഞു ദ്വീപ് സമൂഹം എന്ന് പറയില്ലേ, അതേപോലെ തന്നെ കുറേ കുഞ്ഞു ദ്വീപുകളുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു ചെറിയ ദ്വീപുണ്ട്, അവിടെ ഒന്ന് ഇറക്കി വിടും. അപ്പോൾ നമുക്ക് കുറച്ച് നേരമൊക്കെ ഒരു 5-10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിറങ്ങാൻ വേണ്ടിയിട്ട് ഒരാഗ്രഹത്തിന് വേണ്ടിയിട്ടുണ്ടാവും. നമ്മളപ്പം ഈ ഒരു ദ്വീപിലാണ് നമ്മൾ കൊണ്ടിറക്കിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു കൂട്ടാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരുപാട് ദ്വീപുകൾ വരുന്നുണ്ട്. നല്ല രസമുള്ള സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ വയനാട്ടിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങോട്ട് നോക്കൂ കേട്ടോ. സൂപ്പർ സ്ഥലമാണ്, നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വയനാട്ടിൽ തന്നെ ഇഷ്ടമുള്ള സ്ഥലങ്ങളൊന്നാണ് ഈ ഒരു കുറുവ ദ്വീപ് എന്ന് പറയുന്നത്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇഷ്ടപ്പെടും. നമുക്ക് ആ ഒരു കുറുവേൻ്റെ മറ്റേ ഭാഗത്താണെങ്കിൽ ആഴം കുറവും സേഫായിട്ടിരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ വെള്ളമായും കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, അത്ര തന്നെ. ഇതിൻ്റെ എന്താ പറയുക, അപ്പോൾ എന്താ ഞങ്ങൾ കുറുവേലൊക്കെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇത് നമുക്ക് മാനന്തവാടി വഴി കാട്ടിക്കുളം അങ്ങനെയും പോകാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്ക് പുൽപ്പള്ളി വഴിയും ഈ ഒരു കുറുവയിലേക്ക് പോകാനായിട്ട് പറ്റും കേട്ടോ. അപ്പം അതിലേക്ക് എൻട്രൻസ് 2 വഴിയുണ്ട്. എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്ഥലങ്ങളൊന്നും അറിയില്ല. നമ്മൾ രണ്ടാമത് പോണൊരു വഴിയുണ്ട്. ഇപ്രാവശ്യം പുൽപ്പള്ളി വഴിയാണ് നമ്മൾ പോയത്. നല്ല ഭംഗിയാണ്. ആ പോകുന്ന വഴി എന്ന് പറയണത് തന്നെ കാടിൻ്റെ ഉള്ളിൽ കൂടെ നല്ല അടിപൊളി കാടൊക്കെ ആയിരുന്നു. എനിക്ക് ഇപ്പോഴും കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനും ഏട്ടനും നമ്മളെപ്പോഴും പറയാറില്ലേ, ആഴ്ചയിലാവുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ മിക്കവാറും എല്ലാ വീക്കെൻഡിലും വെറുതെ മുത്തങ്ങക്കാടിനുള്ളിൽ കൂടെ അല്ലെങ്കിൽ പുൽപ്പള്ളി കാടിൻ്റെ ആ വഴി കൂടെ ഞങ്ങൾ എങ്ങനെയാണെങ്കിലും പോയി വരാറുണ്ട്. ഇഷ്ടമാണ് കേട്ടോ. നിച്ചൂട്ടാണെങ്കിൽ ഈ ആന എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അവൻ ആനയിൽ അഡിക്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഒരു കാർട്ടൂണാണെങ്കിലും കണ്ടതാണെങ്കിലും ആന അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞെന്തായിരുന്നു, അപ്പോൾ നമ്മൾ ഈ ഒരു വഴി പോയപ്പോൾ അടിപൊളിയായിരുന്നു. പക്ഷേ ഇതിന് മുന്നത്തെ പോയവയെ അത്ര രസം ഉണ്ടായിരുന്നില്ലേ. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്ട് പോകുന്നത് എൻ്റെ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കുകൾ, അതേപോലെ തന്നെ ഞാൻ പുതിയതായിട്ട് ഒരു 2-3 മേടിച്ചിട്ടുണ്ട്. പ്ലസ് ഓൾറെഡി ഉള്ള കുറച്ച് ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക്കുകളുണ്ട്, അതൊക്കെയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ വീഡിയോയിൽ വരുന്ന വഴിക്ക് പറയാം. അതേപോലെ തന്നെ ഈ ലിപ്സ്റ്റിക്കുകൾ എടുക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരേപോലത്തെ ആയിരിക്കില്ല ഇഷ്ടം ഉണ്ടാവുക. ചിലർക്ക് കുറച്ച് ഡാർക്ക് കളേഴ്സ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ഭയങ്കര ന്യൂഡായിരിക്കും. ഇപ്പോൾ പിങ്ക് അങ്ങനത്തെ കളർ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. ചിലർക്ക് ഓറഞ്ച് ടച്ച് ആയിരിക്കും, ചിലർക്ക് ബ്രൗൺ ടച്ച് ആയിരിക്കും. എനിക്ക് പൊതുവേ ഒരു ബ്രൗൺ ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന ലിപ്സ്റ്റിക്കാണ് ഇഷ്ടം കേട്ടോ. കാരണം അതാണ് കുറച്ചും കൂടെ ഒരു നാച്ചുറലായിട്ട് എപ്പോഴും ഫീൽ ചെയ്യാറ്. ഓരോരുത്തരുടെ ലിപ്സൊക്കെ അനുസരിച്ച് എൻ്റെ ലിപ്സിന് പിഗ്മെൻറ്റഡ് ലിപ്സാണ്. അതേപോലെ തന്നെ എനിക്കെപ്പോഴും ആ ഒരു ഓറഞ്ച് ടെറാക്കോട്ട ഷെയ്ഡാണ് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കാണിക്കുന്നത് ഈ ഒരു ഷുഗറിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ പുതിയതായിട്ട് മേടിച്ചിട്ടുള്ളതാണ്. ഇത് സിമ്മർ ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇത് പക്കാ ന്യൂഡാണെന്ന് ചോദിച്ചാൽ പക്കാ ന്യൂഡല്ല, കുറച്ചധികം ഒരു ബ്രൗൺ ടച്ച് വരുന്നതാണ്. എന്നാൽ ഇതിൻ്റെ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് വേറെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അത് ചോദിക്കുകയാണെങ്കിൽ നല്ലൊരു ന്യൂഡ് കളറാണ്, നല്ല അടിപൊളി കളറാണ്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെയാണ്. കുറച്ച് നമുക്ക് എന്താ പറയുക ബ്രൈറ്റ് ആയിട്ടിരിക്കും, ഫേസ് നന്നായിട്ട് ബ്രൈറ്റാണ്. ഈ ഒരു കളറ് കുറച്ചും കൂടെ നല്ല എടുത്ത് കാണുന്ന കളറൊക്കെയാണ് കേട്ടോ. നമുക്ക് ഭയങ്കരമായിട്ട് ന്യൂഡെന്ന് പറയാൻ പറ്റില്ല. പല കളറും നമ്മൾ ന്യൂഡെന്ന് പറഞ്ഞാൽ മേടിച്ച് വരുന്ന സമയത്ത് ചിലത് വാഷ് ഔട്ട് ആവാറുണ്ട്. ഞാനൊരു സംഭവം കാണിച്ചു തരാം, വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ.
കാരണം നമ്മൾ നല്ല ന്യൂഡ് നോക്കി പോയി കഴിഞ്ഞാൽ ചില നമുക്ക് പണി തരും. അങ്ങനത്തെ ലിപ്സ്റ്റിക്കുകളും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഷുഗറിൻ്റെ ഞാൻ പറഞ്ഞു സിമ്മർ ബ്രൗൺ എന്നുള്ള ഷെയ്ഡാണ്. വേറെ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഒറിജിനൽ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ, അതായത് എൻ്റെ സ്കിൻ ടോണിൽ ഇത് തന്നെയാണ് ഇതിൻ്റെ കളർ വരുന്നത്. വേറെ ചില വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് ഇങ്ങനെ ഇപ്പം ഒന്നും കാണാറില്ല, പണ്ടൊക്കെ കമൻറ്റ് ഇട്ടിട്ടായിരുന്നു ഫിൽറ്റർ ആഡ് ചെയ്തേ കൊണ്ട് വേറെ കളറല്ലേ എന്നുള്ളത്. ചിലപ്പോൾ നമുക്ക് ലൈറ്റിൻ്റെ ആ ഒരു ബ്രൈറ്റ്നസ്സിൽ ഉള്ള വ്യത്യാസം എന്നല്ലാണ്ട് ഇത് തന്നെയാണ് ശരിക്കും ഇതിൻ്റെ കളർ വരുന്നത്. അപ്പോൾ മുഖം കുറച്ചുകൂടെ ബ്രൈറ്റായിട്ട് ആ ലൈറ്റിലിരിക്കുമ്പോൾ അതിൻ്റെ ബ്രൈറ്റ്നസ് ഉണ്ട്, അല്ലാണ്ട് കളറൊക്കെ ഇത് തന്നെയാണ് വരുന്നത്. നല്ല ലിപ്സ്റ്റിക്കാണ്. അതേപോലെ തന്നെ റേറ്റ് വരുന്നത് 521 രൂപയാണ് ഇപ്പോൾ കാണിക്കുന്നത്. വേറെ ഒരുപാട് ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് റോസ് കളറാണ് അല്ലെങ്കിൽ ചെറിയ കളറൊക്കെയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ഒരുപാട് കളക്ഷൻ വരുന്നുണ്ട്. ഇതാണെങ്കിൽ അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു മാറ്റ് ടച്ചാണ് കേട്ടോ. നമുക്ക് ചിലർക്ക് ഭയങ്കര ഗ്ലോസി ആയിരിക്കുന്നതൊക്കെ ആയിരിക്കും, ഒരു ഭയങ്കര ക്രീമി ആയിട്ട്. പക്ഷേ അങ്ങനെയല്ല, ബുള്ള ലിപ്സ്റ്റിക് ആണെങ്കിൽ കൂടി ഇത് നമുക്കൊരു മാറ്റ് ഫിനിഷാണ് തരുന്നത്. അതാകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ലാസ്റ്റ് ചെയ്യും ഇങ്ങനത്തെ ലിപ്സ്റ്റിക്കുകൾ, ഈ ഒരു മാറ്റ് ഫിനിഷ് ആണെങ്കിൽ. അപ്പം ഇതിൻ്റെ തന്നെ വരുന്ന ഇത് ഞാനിപ്പോൾ പുതുതായിട്ട് മേടിച്ചതാണ്. പക്ഷേ ഇപ്പോൾ കാണിക്കുന്നതുണ്ടല്ലോ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ്. അതേപോലെ തന്നെ എന്താ പറയുക, എപ്പോഴും എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ലിപ്സ്റ്റിക്കാണ്. ഞാൻ വേറെ എന്ത് മേടിച്ചാലും ഇതൊക്കെ ഇതാണല്ലോ ഇതിനെക്കാട്ടും നല്ലതെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുള്ള ലിപ്സ്റ്റിക്കാണ് കേട്ടോ. എനിക്ക് ഈ ഒരു കളറ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര നല്ലൊരു ന്യൂഡ് കളറാണ്. നമുക്ക് ഓവർ ലിപ്സ്റ്റിക് ഇട്ട ആ ഒരു ഫീലേ തോന്നില്ല. ഇതിട്ടിട്ട് ഞാൻ നമ്മുടെ സ്വിസ് ബ്യൂട്ടീൻ്റെ ബ്രൗൺ ഷെയ്ഡ് വരുന്ന ലിപ് ലൈനർ ഉണ്ട്. അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കോംബോ ആണ്. അതിന് ശേഷം ഞാൻ അത് തന്നെ ഒരു ഏകദേശം നോക്കിയിട്ടൊരു ലവ് ചൈൽഡ് ഹസ്ബൻഡ് ലിപ്സ്റ്റിക്ക് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ആ ഒരു ലിപ്സ്റ്റിക്ക് ഇതിനെക്കാട്ടും കുറച്ചും കൂടെ ലൈറ്റ് ആട്ടോ. ഞാൻ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പം ഈ ഒരു ലിപ്സ്റ്റിക്കിനും ഏകദേശം ആ ഒരു നമ്മൾ ആദ്യം കണ്ടതില്ലേ, രണ്ടും ഒരു സെയിം റേഞ്ചിൽ വരുന്ന ലിപ്സ്റ്റിക്കുകളാണ്. ആദ്യത്തെ സിമ്മർ ബ്രൗൺ, ഇതിന് ഞാൻ മറന്നു ഈ പേര് പറയാം, ബേജ് ടേർണർ എന്ന് പറഞ്ഞിട്ടുള്ള 50 ബേജ് ടേർണർ എന്ന് പറഞ്ഞാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. ഇതെന്താ പറയുക, ഇത് നമുക്ക് ഈ ഒരു കളർ വാഷ് ഔട്ട് ആവുന്ന പ്രശ്നമൊന്നുമില്ല. ഇത് മാത്രം ഇട്ടാലും അടിപൊളിയാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് അത്. ഷുഗറിൻ്റെ ആ ഒരു നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. അടുത്ത് വന്നിട്ട് ഈ ഒരു ലാക്മേൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിന് 200 സംതിങ് ഒക്കെയാണ് ഇതിൻ്റെ റേറ്റ് കാണിക്കുന്നത്. ഇതിൻ്റെ 429 രൂപ ഇതിൻ്റെ റേഞ്ച് കാണിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു റേറ്റ് ഒന്നും നമുക്ക് ആമസോണിൽ ഉണ്ടാവില്ല കേട്ടോ. കാരണം ആമസോണിൽ ഇപ്പോഴും ഓഫർ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ പുതിയ ഓഫർ ഇപ്പോൾ അടുത്ത് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് 13-ാം തീയതി മുതൽ നമ്മളെ ആമസോൺ ഗ്രേറ്റ് റിപ്പബ്ലിക് ഡേ സെയിൽ ലൈവ് അല്ല, അപ്പം നമുക്ക് അത് മുതൽ ലൈവ് ആവുന്നതായിരിക്കും. ആ ഒരു സമയത്ത് മേടിക്കുകയാണെങ്കിൽ നമുക്ക് 1500+ ബ്രാൻഡിൽ 50 മുതൽ 80% വരെ ഓഫുണ്ട്. അതേപോലെ തന്നെ 3 lakh+ സ്റ്റൈൽസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ അടിപൊളി ഓഫേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇഷ്ടപ്പെട്ട കളർ കാർട്ടിലേക്ക് ആഡ് ചെയ്തിട്ട് ആവശ്യമുള്ളപ്പോൾ മേടിച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഒരു നേരത്തെ കണ്ട ലിപ്സ്റ്റിക് ഉണ്ടോ, അതൊരു പിങ്ക് ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഒരുപാട് നമ്മുടെ ഫേസിനെ ബ്രൈറ്റ് ആക്കും കേട്ടോ. ഒരുപാട് ചില നല്ല രീതിയിൽ നമുക്ക് നല്ല മുഖത്തിനൊരു ബ്രൈറ്റ്നസ് തോന്നും. പിങ്ക് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ലിപ്സ്റ്റിക്കാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്ക് ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കളറാണ്. പക്ഷേ എനിക്ക് പുറത്ത് പോകുന്ന സമയത്ത് എനിക്കത് കംഫർട്ടബിൾ അല്ല. എന്താ പറയുക, നോർമലി നമ്മളൊരു പത്തേരി പോകുക അല്ലെങ്കിൽ കടയിലൊക്കെ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ടൗണിൽ പോകുമ്പോഴൊന്നും അത് എനിക്ക് പറ്റില്ല. ഞാൻ അങ്ങനത്തെ ഒരു എന്താ പറയുക, എനിക്കിടുന്ന സമയത്ത് അയ്യോ ഒരുപാട് ലിപ്സ്റ്റിക് ഉണ്ട് തോന്നുന്നു, അതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ സൂപ്പറായിട്ട് ചേരുന്ന കളറാണ്. ഞാൻ തീർച്ചയായിട്ടും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്ന ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ കഥ പഠിച്ചൊരു സമയം കഴിഞ്ഞു. ഇത് നല്ല രസമുള്ള കളർ തന്നെയാണ്. നമ്മളുടെ ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ ഒന്നും ലാക്മേൻ്റെ ഒരു ഷെയ്ഡാണ്. നമ്മൾ നേരത്തെ കണ്ട ലാക്മേൻ്റെ ഷെയ്ഡിൻ്റെ പേര് പിങ്ക് ഗ്ലാം എന്നാണ്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ന്യൂഡ് ഡ്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. സൂപ്പർ നല്ല ന്യൂഡ് കളറാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതേപോലെ ഈ ലാക്മേൻ്റെ ലിപ്സ്റ്റിക് ഉണ്ടല്ലോ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഈ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണെങ്കിലും ഡ്രൈ ആക്കുന്ന അല്ലെങ്കിൽ പാച്ച് അങ്ങനത്തെ ഒരു ഫീൽ ഒന്നുമില്ല. നല്ല ഈവനായിട്ട് നമ്മുടെ എന്താ പറയുക ലിപ്സുമായിട്ട് അങ്ങനെ നമുക്കൊരു ഇട്ട പോലത്തെ ഫീലേ വരില്ല. നമ്മുടെ നോർമൽ ലിപ്സിൻ്റെ ആ ഒരു ഫീലുള്ളൂ. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, അടിപൊളി ലിപ്സ്റ്റിക് ആണ് കേട്ടോ. റേറ്റ് 200 സംതിങ് ഒക്കെ ഉള്ളൂ, 240 അങ്ങനെ ചെറിയ ഡിഫറൻസ് ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ലാക്മേൻ്റെ ആ ഏതെങ്കിലും ഷെയ്ഡ് മേടിച്ച് നോക്കൂ കേട്ടോ. വിടാനായിട്ട് നല്ല കംഫർട്ടബിളാണ്, നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ലവ് ചൈൽഡ് മസബാൻ്റെ ലിപ്സ്റ്റിക്ക്. ഇതിന് 500 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഐ ക്യാൻഡി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇതുണ്ടല്ലോ
ഞാൻ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ പറയാൻ മറന്നു. ചിലർക്ക് ഇത് വാഷ് ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ കോംബോയിൽ കാണിച്ചത്. ഇത് ഞാൻ ഇടുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ ബ്രൗൺ ലിപ് ലൈനർ യൂസ് ചെയ്യാറുണ്ട്. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വാഷ് ഔട്ട് ആവുന്നുണ്ട് കേട്ടോ. വാഷ് ഔട്ട് നല്ല അത്ര ഇതായിരിക്കില്ല. അതുകൊണ്ട് ആ ലിപ്സ്റ്റിക്ക് മേടിക്കുന്നവർ ഉറപ്പായിട്ടും ഒരു ബ്രൗൺ ലിപ് ലൈനറും കൂടെ മേടിക്കുക. നല്ല കളറാണ്, നല്ല ന്യൂഡ് കളറാണ്, നല്ല സംഭവം കേട്ടോ. പക്ഷേ ഒരുപാട് നേരമൊന്നും ലാസ്റ്റ് ചെയ്യില്ല, അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. പിന്നെ അടുത്ത് വന്നിട്ട് ഈ ഒരു മാമകത്തിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ കുറേ മുൻപ് മേടിച്ചുള്ള ലിപ്സ്റ്റിക്കാണ്. കുറേ മുൻപ് ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്ത ലിപ്സ്റ്റിക് ആയിരുന്നു കേട്ടോ. അത് ഹണി ബ്ലഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ റേറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് കൊണ്ടാണ്. ഇതും എന്താ പറയുക, അത്യാവശ്യമൊക്കെ ലാസ്റ്റ് ചെയ്യും. എന്നാലും നമ്മുടെ ഷുഗറിൻ്റെ ആണ് കുറച്ചും കൂടെ ഒരു മാറ്റ് വരുന്നതും കൊണ്ട് ലാസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അടുത്ത് വന്നിട്ടാണ് ഈ ദുരന്തം ലിപ്സ്റ്റിക്ക്. ഞാൻ ഒട്ടും തന്നെ ഇടാറില്ല, പക്ഷേ ചിലർക്ക് ഈ ലിപ്സ്റ്റിക്കുകൾ ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ കരീന കപൂറൊക്കെ ഈ ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്താ വെച്ചാൽ എന്താണെന്നറിയില്ല, എനിക്കത് ചേരുന്നില്ല കേട്ടോ. ഇതിടുന്ന സമയത്ത് നല്ലോണം എൻ്റെ ഫേസ് കൊണ്ട് വാഷ് ഔട്ട് ആവുന്നുണ്ട്. അതേപോലെ തന്നെ ഇതൊന്ന് അഡ്ജസ്റ്റ് ആവണമെങ്കിൽ ആ ഒരു ലിപ് ലൈനറും കൂടെ യൂസ് ചെയ്യുമ്പം വലിയ കുഴപ്പമില്ല. അല്ലാണ്ട് നല്ല ബോറായിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് മാമകത്തിൻ്റെ ന്യൂഡ് പെർഫെക്റ്റ് 01 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ആ കളർ ഇഷ്ടമുള്ളവർ മാത്രം നോക്കിയിട്ട് മേടിച്ചാൽ മതി. മിക്കവാറും പലർക്കും അത് ചേരില്ല കേട്ടോ. അപ്പോൾ ഞാനിട്ടിരിക്കുന്നത് മാമകത്തിന് നല്ല രസമുള്ള ഒരു കാർണേഷൻ ന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ ഒരു കളർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും എല്ലാത്തിനും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് നമ്മുടെ കളർ ബാറിൻ്റെ ഒരു വൈബ്സ് ആണ് കേട്ടോ, മേക്കപ്പ് റിമൂവൽ വൈബ്സ് ആണ്. അപ്പോൾ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. മേടിക്കണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ബൈ.